വെൻവി ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഹിൽ പാലസിലത്തെ എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ. നമുക്ക് പോയി കണ്ടാലോ. സപ്പോർട്ട് ചെയ്തോട്ടോ നമ്മുടെ ചാനലിനെ. സഭ കൂടുന്ന ഹോളിലത്തെ കാഴ്ചയാണ് കേട്ടോ. രാജാവ് ഇരിക്കുന്ന കസേരയാണതൊക്കെ. കൊച്ചിയിലെ തൃപ്പൂണിത്തറയിലാണ് കേട്ടോ ഹിൽ പാലസ് ഉള്ളത്. ഇവിടെ ഹിൽ പാലസ് സ്ഥാപിച്ചത് 1865 കേട്ടോ. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റാണ് കേട്ടോ അത്. നമ്മുടെ കൊച്ചിനെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാപ്പുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ. ഈ ആനയുടെ പ്രതിമ ഉണ്ടാക്കിയത് നമ്മുടെ തൃശ്ശൂർ ചേർപ്പിലുള്ള ആളാണ് ആശാനാണ് കേട്ടോ. 54 ഏക്കറിലാണ് നമ്മുടെ ഹിൽ പാലസ് ഉള്ളത് തന്നെ. 49 കെട്ടിടങ്ങളുണ്ടെന്നാണ് പറയണത്. വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ കൊച്ചി രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലസ്ഥാനമായി നമ്മുടെ തൃശ്ശൂരിലായിരുന്നു കേട്ടോ. നമ്മുടെ ഹിൽ പാലസിൽ 1980 കേട്ടോ നമ്മുടെ ഹിൽ പാലസ് നമ്മുടെ കേരള സർക്കാരിന് കൈമാറിയത്. 1986 കേട്ടോ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് കേട്ടോ. നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ തൃപ്പൂണിത്തറയിൽ ചെന്ന രംഗമാണ് കേട്ടോ അവിടെ കാണിച്ചത്. ഹിൽ പാലസിലെ മ്യൂസിയത്തിലുള്ളത് കിരീടാഭരണങ്ങളെന്ന് പെയിൻറ്റിങ്, കല്ലും മാർബിളിലുള്ള ശില്പങ്ങൾ, ആയുധങ്ങൾ, ലിഖിതങ്ങൾ, നാണയങ്ങൾ എന്നിവയാണ് കേട്ടോ മ്യൂസിയത്തിലൊക്കെ ഉള്ളത്. ഈ കുതിരവണ്ടികളൊക്കെ ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മാനിച്ചതാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ബീരങ്കിയാണ് കേട്ടത്. ക്രൂരമായിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ഇതിലങ്ങനെ തൂക്കി കെടുത്തിയിട്ട് പക്ഷികൾ അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ നമ്മളെ കൊത്തിത്തരും. അങ്ങനെ ക്രൂരമായിട്ട് ഭക്ഷണമൊന്നും കിട്ടാതെ മരിക്കും. അതായിരുന്നു അന്നത്തെ കാലത്തെ ശിക്ഷ. ഒരു താമരക്കുളമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് കേട്ടോ. കുളിക്കടവിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇത് ഒരുപാട് സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്തായിട്ട് ഇരുന്നുള്ളത് അറിഞ്ഞൂടാ. പോയി നോക്കാം നമുക്ക്. എത്ര ദൂരം കഴിയാറായില്ല? ഇനിയുണ്ടോ? എവിടെ കടവ്? ഇതാണ് കേട്ടോ കുളിക്കടവ്. ആ കുളമാണ് ഈ കുളം. എന്താല്ലേ മോഹൻലാലൊക്കെ വന്ന് കൂട്ടിയ സ്ഥലം. അങ്ങനെ സിനിമ കൊട്ടാരം കണ്ടല്ലേ. എന്തൊരു വലിയ പാത്രം അത്. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഓട്ട് വിളക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുട്ടാ. ഇത് മാൻ്റെ തലയാണ്. എനിക്ക് വലിയ കട്ടില്.
ഇത് വലിയ പത്തായ വെട്ടിയാണ് കേട്ടോ. ഇവിടെ മാനൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. വലിയവർക്ക് പോലും നേരം പോകും. ഊഞ്ഞാൽ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ആടാട്ടോ. ഒരാൾക്കൊരു പരാതിയൊന്നും ഇല്ല കേട്ടോ. ചിരട്ട കൊണ്ടുള്ള എന്തോ സംഭവമാണ് കേട്ടോ അത്. നമ്മള് ഇതിൻ്റെ കല്ല് കൊണ്ടുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ. എന്തൊക്കെ സംഭവം. ഇതൊക്കെയാണ് നമ്മുടെ ഹിൽ പാലസിലത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ഹിൽ പാലസ് കാണാൻ. നടന്ന് ഒരു ഇതാവും 2 മണിക്കൂറത്തെ സമയം ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. വാഹനങ്ങൾ ഇടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത്ര സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ ടാറിങ്ങിച്ചിട്ടുള്ള റോഡുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും പോയി കാണണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.